മലപ്പുറം താനൂർ ദേവദാർ പാലത്തിന് സമീപം വെച്ചാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് പിടിച്ചെടുക്കുന്നത്. ഒരു ലോറിയിൽ നിറയെ സ്പിരിറ്റ്, ഏതാണ്ട് 10 ലിറ്ററോളം വരുന്ന സ്പിരിറ്റാണ് ഇപ്പോൾ എക്സൈസ് സംഘം 10,000-ഓളം ലിറ്റർ വരുന്ന സ്പിരിറ്റാണ് ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത്. 300ഓളം കന്നാസുകളിലാണ് ഈ എക്സൈസ് സംഘം ഈ സ്പിരിറ്റ് പിടികൂടിയിട്ടുള്ളത്. ലോറിയിൽ വിവിധ ലെയറുകളിലായി ഈ സ്പിരിറ്റ്, അത് ഈ ക്യാനുകൾ അടുക്കി വെച്ച് അതിനു മുകളിൽ മൈദയുടെ പൊടിയുടെ ചാക്ക് വെച്ചുകൊണ്ട് പുറത്തു നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഈ സ്പിരിറ്റ് സംഘം ഇത് കടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർ, അതായത് ലോറിയിലെ ഡ്രൈവറും അതോടൊപ്പം തന്നെ ലോറി ക്ലീനറുമായിട്ടുള്ള 2 പേരെ ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. അവർ തൃശ്ശൂർ സ്വദേശികളാണെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് ഇപ്പോൾ അല്പം മുമ്പ് മീഡിയ ഔട്ട്ലോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത്. എന്നാൽ ഈ പിടിക്കപ്പെട്ട ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ ഈ ലോറിയിലുണ്ടായിരുന്ന ക്ലീനർക്കും ഇത് പക്ഷേ ഈ ലോഡിനെ കുറിച്ച് വ്യക്തതയില്ല എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോഡ് തൃശ്ശൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഗോവയിൽ നിന്നാണ് വരുന്നത് എന്ന് മാത്രമാണ് ഇവർക്ക് അറിയുന്നത്. തൃശ്ശൂരിൽ എങ്ങോട്ടേക്കാണ് ഈ ലോഡ് കൊണ്ടുപോകുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ ലോഡ് കൊണ്ടുപോകുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അല്പം മുമ്പ് മീഡിയ വണ്ണിനോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത്. ഏതായാലും വലിയ ഒരു അളവിലുള്ള സ്പിരിറ്റ് തന്നെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ലോറിയിൽ നിന്ന് ഈ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. KL 45G 4466 നമ്പറിലുള്ള ലോറിയിൽ നിറയെ വിവിധ ലെയറുകളിലാക്കി ആദ്യം സ്പിരിറ്റ്, ഈ കന്നാസുകൾ, അതിനു മുകളിൽ പ്ലൈവുഡ്, അതിനു മുകളിൽ വീണ്ടും കന്നാസ്, അതിനു മുകളിൽ പ്ലൈവുഡ് വെച്ച് അങ്ങനെ വിവിധ ലെയറുകളിലായിരുന്നു. ഏറ്റവും മുകളിലും സൈഡിലുമായി മൈദയുടെ ചാക്കുകൾ വെച്ച് കെട്ടി പുറത്തു നോക്കുന്ന ആളുകൾക്ക് ഇത് ഇത്തരത്തിൽ മൈദച്ചാക്കുമായി പോകുന്ന ലോറിയാണ് എന്ന് തോന്നത്തക്ക രീതിയിലായിരുന്നു ഇത്തരത്തിൽ വിദഗ്ധമായി സ്പിരിറ്റ് കടത്താനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സ്പിരിറ്റ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പിടികൂടിയത്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പരിസരവാസികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ സ്പിരിറ്റ് ക്യാന് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഇനി ഇതിന് നിയമപരമായ മറ്റു നടപടിക്രമങ്ങളൊക്കെ എക്സൈസ് സംഘത്തിന് പൂർത്തിയാക്കാനുണ്ട്. അതിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക. പിടികൂടിയ 2 പേരെ, അതായത് ഈ ലോറിയിലെ ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെയുള്ള 2 പേരാണ് ഇതിലുണ്ടായിരുന്ന 2 ജീവനക്കാർ. അവരെ എക്സൈസ് സംഘം ജീപ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു അളവിലുള്ള സ്പിരിറ്റാണ് ഇപ്പോൾ താനൂരിൽ പിടികൂടിയിരിക്കുന്നത്. ഇനി ഇതാർക്ക് വേണ്ടി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന് സംബന്ധിച്ചുള്ള ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അന്വേഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എക്സൈസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താനൂരിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.